നമസ്കാരം. നിലമ്പൂർ MLA ആയ PV അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകളോടുകൂടി കേരള പോലീസിലും ആഭ്യന്തര വകുപ്പിലും തീരാത്ത കളങ്കമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കേരളത്തിൽ എന്തൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതെല്ലാം നടന്നിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിന് പോലീസ് കൂട്ടുനിന്നിരിക്കുന്നു, സ്വർണം പൊട്ടിച്ചതിന് പോലീസ് കൂട്ടുനിന്നിരിക്കുന്നു, തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കൊലപാതകത്തിൽ വരെ പോലീസിന് പങ്കുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ വസ്തുതകൾ PV അൻവർ തന്നെ പുറത്തുവിടുന്നു. കൂടാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിൽ നിന്ന് ഫോൺ ചോർത്തുന്ന പരിപാടി വരെ നടന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ചൂട്ടുപിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി തന്നെയാണ് അമരത്ത് നിൽക്കുന്നത് എന്നുകൂടി PV അൻവർ വ്യക്തമാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും അവതാളത്തിലാക്കുന്നതായിരുന്നു, വെട്ടിലാക്കുന്നതായിരുന്നു. എന്നാൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പല വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രസ്താവന ഇറക്കി SP സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നു. എന്നാൽ PV അൻവർ ഇപ്പോൾ പറയുന്നത് ഒരു വിക്കറ്റ് മാത്രമേ വീണിട്ടുള്ളൂ, ഇനിയും വിക്കറ്റുകൾ വീഴാനുണ്ട് എന്ന് തന്നെയാണ് SP സുജിത് ദാസിന്റെ സസ്പെൻഷനെ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിൽ PV അൻവർ പറഞ്ഞത്. എന്നാൽ PV അൻവർ നടത്തിയ അഭിമുഖത്തേക്കാൾ അതീവ ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 15 മാസക്കാലം ജയിലിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതീവ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരന്റെ സുഹൃത്തായിരുന്ന കോൺസുലേറ്റ് ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് തന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്ന് പറയുന്ന ADGP MR അജിത് കുമാറും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടായിരുന്ന ചില ആളുകളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. സ്വപ്നയെ സ്വാധീനിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഷാജ് കിരൺ തന്നെയാണ് തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ADGP MR അജിത് കുമാറിനെ, അന്ന് അജിത് കുമാർ വിജിലൻസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് തൻ്റെ ഓർമ്മ എന്നാണ് സ്വപ്ന സംഭാഷണത്തിൽ വ്യക്തമാക്കിയത്. ADGP അജിത് കുമാറിനെ ഷാജ് കിരൺ ഫോണിൽ ബന്ധപ്പെട്ട് തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് താൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ്, ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് എന്നാണ് ഷാജ് കിരൺ തന്നോട് പറഞ്ഞത് എന്ന് സ്വപ്ന പറഞ്ഞു. ഷാജ് കിരൺ ഫോൺ ചെയ്തതിൻ്റെ കൃത്യമായ രേഖകൾ കൂടി സ്വപ്ന സുരേഷ് പുറത്തുവിടുന്നുണ്ട്. പിന്നീട് ഷാജ് കിരണുമായി തനിക്ക് തെറ്റേണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ചും സ്വപ്ന സുരേഷ് പറയുന്നു. കഴിഞ്ഞകാല സംഭവങ്ങൾ വീണ്ടും വിശദീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൃത്യമായി തന്നെ ADGP MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. MR അജിത് കുമാർ ഇടപെട്ടത് ഉന്നത കേന്ദ്രങ്ങളുടെ വക്താവായി തന്നെയാണ്. ആർക്കു വേണ്ടിയാണ് അജിത് കുമാർ ഇടപെട്ടത് എന്നുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഓഫീസിനെയും മുൾമുനയിൽ നിർത്തുന്ന, സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവന തന്നെയാണ് വീണ്ടും സ്വപ്ന സുരേഷ് ഇറക്കിയിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഷാജ് കിരൺ തന്നെ വന്ന് കണ്ടതും ഷാജ് കിരൺ വരുന്നതിന് മുമ്പായി തന്നെ താൻ 164 ഈ കാര്യത്തിൽ മൊഴി നൽകുകയും 164 താൻ മൊഴി നൽകിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ താനും സരിത്തും താമസിച്ചിരുന്ന സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുകയും MR അജിത് കുമാർ തന്നെ നേരിട്ടെത്തുകയും തങ്ങളുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഇത് കൃത്യമായ മുകളിൽ നിന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MR അജിത് കുമാർക്ക് വന്നതും. ഒരു കാരണവശാലും ആ ഒരു കേസിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട് സെർച്ച് ചെയ്ത് സരിത്തിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ആ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും താൻ മനസ്സിലാക്കിയത്. അവർ തന്നെ ഉപദേശിച്ചതും അങ്ങനെ തന്നെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. എന്നാൽ മുകളിലുള്ള ആരൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി MR അജിത് കുമാറിനെ കരുവാക്കുകയായിരുന്നു. MR അജിത് കുമാറിന് ഈ കാര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൃത്യമായ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് തനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. താൻ തൻ്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഷാജ് കിരൺ എന്ന വ്യക്തി ഇതിൽ ഉന്നത ആളുകളുടെ ഇടപെടലുകളെ തുടർന്നാണ് തൻ്റെ സമീപത്തെത്തിയെന്നും തന്നിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് താൻ എന്തൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശദമായി അറിയുവാൻ വേണ്ടി തന്നെയാണ് മാധ്യമ
പ്രവർത്തകൻ എന്ന രീതിയിൽ ഷാജ് കിരൺ തന്നെ സമീപിച്ചത് എന്നുകൂടി സ്വപ്ന സുരേഷ് തുറന്നു പറയുമ്പോൾ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെ അടിവരയിട്ട് സമർത്ഥിക്കുന്ന തരത്തിൽ തന്നെയുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മുതലായ സംഘങ്ങളിൽ MR അജിത് കുമാറിന് പങ്കുണ്ട് എന്നാണ് PV അൻവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. കേരളത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയത്. എന്നാൽ അതിനെ അടിവരയിട്ട് സാധൂകരിക്കുന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെയും ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. ഒരു മാധ്യമത്തിന് സ്വപ്ന നൽകിയ അഭിമുഖത്തിലാണ് ഷാജ് കിരണിന്റെയും MR അജിത് കുമാറിന്റെയും എല്ലാം പങ്ക് വ്യക്തമാക്കുന്നത്. MR അജിത് കുമാറിന് സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ലാഭമുണ്ടായിട്ടുണ്ട്. MR അജിത് കുമാർ ആ കേസിൽ ഇടപെട്ട് വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സമ്മതിക്കുന്നത്. ഷാജ് കിരൺ എന്നയാളും ഇത് പല സന്ദർഭത്തിൽ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്.